നമസ്കാരം. ലളിതാ സഹസ്രനാമം തുടരുന്നു. നഖധീതീതി സജ്ജന്ന നമജന തമോ ഗുണ പദദ്വയ്യ പ്രഭാചാല പരാകൃത സരോരുഹ. നഖധീതീതി സജ്ജന്ന നമജന തമോ ഗുണ എന്ന് പറഞ്ഞാൽ തന്നെ നമിക്കുന്ന ജനങ്ങളുടെ അന്ധകാരത്തെ ദൂരീകരിക്കുന്ന കാൽ നഖങ്ങളുടെ പ്രഭാപൂരത്തോട് കൂടിയവൾ. അതായത് ആരാണോ ദേവിയെ നമസ്കരിക്കുന്നത്, ദേവിയെ നമിക്കുന്നത്, അങ്ങനെ ദേവിയെ നമസ്കരിക്കുന്ന സമയത്ത് ആ കാൽനഖത്തിൻ്റെ ശോഭ കൊണ്ട് ആ നമസ്കരിക്കുന്ന ആളുകളുടെ ഭക്തന്മാരുടെ അന്ധകാരം ഇല്ലാതെയാകും. അങ്ങനെയുള്ള അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന, ദൂരീകരിക്കുന്ന കാൽനഖത്തിൻ്റെ പ്രഭാപൂരത്തോടു കൂടിയവൾ, ആ കാൽനഖത്തിൻ്റെ ശോഭയോട് കൂടിയവൾ. പദദ്വയ പ്രഭാചാല പരാകൃത സ്വരൂരുഹ. ഇനി കാലിനകളുടെ പ്രഭാപൂരത്താൽ നിന്ദിക്കപ്പെട്ട താമരപ്പൂവിൻ്റെ മനോഹാരിതയോട് കൂടിയവൾ. ഇപ്പോൾ ദേവിയുടെ കാൽപാദങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് താമരപ്പൂവിൻ്റെ മനോഹാരിതയാണ്. അത്രയധികം സൗന്ദര്യമാണ് ദേവിയുടെ പാദങ്ങൾക്ക്. അപ്പോൾ ആ താമരപ്പൂവിൻ്റെ മനോഹാരിതയോട് കൂടിയിട്ടുള്ളവൾ. ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യശേവധി. ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ. ഇനി ശിഞ്ചാനം എന്ന് പറഞ്ഞാൽ കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന രത്നങ്ങൾ പതിച്ച കാൽ ചിലമ്പുകളാൽ അലങ്കരിക്കപ്പെട്ട പദകമലത്തോടു കൂടിയവൾ. അപ്പോൾ ദേവിയുടെ പാദങ്ങളിൽ എന്തുണ്ട്? കാൽ ചിലമ്പുണ്ട്. അപ്പോൾ വളരെ ശോഭ തേടുന്ന കാൽ ചിലമ്പുകളോട് കൂടിയവൾ. ശിഞ്ചാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നാണ്. മഞ്ജീരം എന്ന് പറഞ്ഞാൽ കാൽ ചിലമ്പ്. അപ്പോൾ ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ, ഇളകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കിലുങ്ങിക്കൊണ്ടിരിക്കുന്ന ദേവിയുടെ കാൽ ചിലമ്പുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിലുങ്ങിക്കൊണ്ടിരിക്കുന്ന രത്നങ്ങൾ പതിച്ച കാൽ ചിലമ്പുകളാൽ അലങ്കരിക്കപ്പെട്ട പദകമലങ്ങളോട് കൂടിയവൾ. മരാളി മന്ദഗമന. മരാളി മന്ദഗമന. മന്ദം എന്ന് പറഞ്ഞാൽ ഞാൻ പതുക്കെ. മരാളി മന്ദഗമന. അരയന്നങ്ങളെ പോലെ, അരയന്നപ്പെടെ പോലെ മന്ദമായിട്ട് വളരെ പതുക്കെ സഞ്ചരിക്കുന്നവൾ. ഗമന, ഗമിക്കുന്നവൾ, വളരെ പതുക്കെ നടക്കുന്നവൾ. മഹാലാവണ്യസേവതി. അതിശയതീതമായ സൗന്ദര്യത്തിൻ്റെ നിധിയായവൾ. മഹാലാവണ്യസേവതി. അതിശയകരമായിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ നിധിയായവൾ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൗന്ദര്യത്തോട് കൂടിയവൾ. സർവാരുണ നവദ്വാംഗീം സർവാഭരണഭൂഷിതാം ശിവകാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ. സർവാരുണ അനവദ്യാംഗീം, അല്ലേ? സർവാരുണ. സർവാരുണ എന്ന് പറഞ്ഞാൽ സർവാംഗങ്ങളും അരുണവർണ്ണത്തോട് കൂടിയവൾ. അത് ദേവിയുടെ വസ്ത്രം, ആഭരണം, പൂക്കള്, കാന്തി എന്നിവയാണ് ഉദ്ദേശിക്കുന്നത്. സർവം മുഴുവനും എന്താണ്? അരുണ നിറമാർന്നവൾ. അനവദ്യാംഗി. സർവാരുണ അനവദ്യാംഗി എന്ന് പറഞ്ഞാൽ, അനവദ്യാംഗി എന്ന് പറഞ്ഞാൽ അംഗപ്രത്യംഗത്തെയാണ്. കുറ്റമറ്റവൾ എന്ന് പറഞ്ഞാൽ ലക്ഷണയുക്തമായ അല്ലെങ്കിൽ ലക്ഷണയുക്തയായ അവയവങ്ങളോട് കൂടിയവൾ. സർവാഭരണഭൂഷിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവൾ, സർവ ആഭരണങ്ങളും അണിഞ്ഞവൾ. ശിവകാമേശ്വരംഗസ്ഥ. ജ്ഞാനസ്വരൂപമായ കാമാരിയുടെ, കാമാരി ആരാണ്? പരമശിവൻ എന്നാണ് കാമാരി എന്ന് പറഞ്ഞ അർത്ഥം. പരമശിവൻ്റെ മടിത്തട്ടിൽ വിരാജിക്കുന്നവൾ. ശിവകാമേശ്വരംഗസ്ഥ. ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ശിവൻ്റെ മടിത്തട്ടിൽ വിരാജിക്കുന്നവൾ. ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമശിവൻ്റെ പത്നി എന്നാണ് അർത്ഥം. പരമമായ മംഗളത്തെ നൽകുന്നവൾ, മംഗളസ്വരൂപിണി എന്നൊക്കെ ഒരർത്ഥമുണ്ട്. സ്വാധീനവല്ലഭ. തനിക്ക് അധീനനായിരിക്കുന്ന ഭർത്താവോടു കൂടിയവൾ.
സുമേരു മധ്യസംഘസ്ഥ ശ്രീമന്നഖര നായികാം ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. സുമേരു മധ്യസംഘസ്ഥ മഹാമേരു പർവ്വതത്തിൻ്റെ മധ്യത്തിലുള്ള കൊടുമുടിയിൽ വസിക്കുന്നവൾ. ശ്രീമന്നഖര നായിക, സ്ത്രീ ആയിരിക്കുന്ന ശ്രീമത്തായ ഐശ്വര്യപൂർണമായിട്ടുള്ള നഗരങ്ങളുടെ നായികയായിട്ടുള്ളവൾ. ചിന്താമണി ഗൃഹാന്തസ്ഥ, ചിന്താമണികളാൽ നിർമ്മിതമായ ഗൃഹത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്നവൾ. അതായത് സ്വർഗത്തിലുള്ള ഒരു രത്നമാണ് ചിന്താമണി രത്നം എന്ന് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. പഞ്ചബ്രഹ്മാസനസ്ഥിത, പഞ്ചബ്രഹ്മങ്ങളാൽ നിർമ്മിതമായ പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശാനൻ, സദാശിവൻ എന്നിവരാണ് പഞ്ചബ്രഹ്മാക്കൾ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശാനൻ എന്നിവർ ധ്യാനനിരതായി 4 കൈകളാലും സദാശിവൻ പലകയായും ഇരിക്കുന്ന പീഠമത്രേ പഞ്ചബ്രഹ്മാസനം. മഹാപത്മാളവി സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി. മഹാപത്മാളവി സംസ്ഥ, വലിയ താമരക്കാട്ടിൽ വസിക്കുന്നവൾ. ദേവി എങ്ങനെയാണ്? വലിയ താമരയുള്ള കാട്ടിലാണ് വസിക്കുന്നത്. മഹാപത്മാളവി സംസ്ഥ കദംബവനവാസിനി, അതായത് ബ്രഹ്മരന്ധ്രത്തിലുള്ള 1000 ഇതളുള്ള സഹസ്രാരം എന്ന താമരയിൽ വസിക്കുന്നവൾ എന്നാണ് അർത്ഥം. അത് നമ്മളുടെ ശരീരത്തിൽ ഓരോ ചക്രങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് സഹസ്രദള പത്മ എന്ന് പറയുന്നത്. ആ താമരയിൽ വസിക്കുന്നവൾ എന്നർത്ഥം. കദംബ വനവാസിനി, കടമ്പ് മരങ്ങളാൽ നിബിഡമായിരിക്കുന്ന വനത്തിൽ വസിക്കുന്നവൾ. ചിന്താമണി ഗൃഹത്തിൻ്റെ ചുറ്റുമുള്ളതാണ് ഈ കദംബ വനം. ആ കദംബ വനത്തിൽ വസിക്കുന്നവൾ കദംബ വനവാസിനി. സുധാസാഗര മധ്യസ്ഥ, അമൃത സമുദ്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. കാമാക്ഷി, കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആഗ്രഹങ്ങൾ എന്നാണ്. കാമാക്ഷി, ആഗ്രഹപൂർത്തി വരുത്തുന്നതിന് അഥവാ കമനീയങ്ങളായിരിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ. കാമദായിനി, ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റിക്കൊടുക്കുന്നവൾ എന്നാണ്. കാമദായിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭക്തന്മാരുടെയും ആഗ്രഹങ്ങളെ, തൻ്റെ ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റിക്കൊടുക്കുന്നവൾ. ഇവിടെ കാമം എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഹങ്ങളെയാണ്. മനുഷ്യ മനസ്സുകളുടെ പല പല ആഗ്രഹങ്ങളെ, അല്ലെങ്കിൽ ദേവി ഉപാസകന്മാരുടെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളെയും നിറവേറ്റിക്കൊടുക്കുന്നവൾ എന്നാണ് ഇവിടെ. കാമദായിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റിക്കൊടുക്കുന്നവൾ എന്നാണ് ഇവിടെ കാമദായിനി എന്ന വാക്കിൻ്റെ അർത്ഥം.